പ്രിയമുള്ളവരെ, വചനജ്വാല 1451 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം 12-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. അങ്ങയുടെ അധികാരത്തിന്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവ്വ ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു. അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി. അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി. ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടെയാണ് അങ്ങ് അവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത്. ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് 10,000 ഇരട്ടി പ്രഹരം നൽകുന്നത്. അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ടുതന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു. അതിനിന്ദ്യമായ ജന്തുക്കളെ പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു. ബുദ്ധിഹീനരായ ശിശുക്കളെ പോലെ അവർ വഞ്ചിക്കപ്പെട്ടു. ഭോഷരായ കുട്ടികളെ എന്ന പോലെ വിധിന്യായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു. ലഘു ശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷയും അനുഭവിക്കും. ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് നേരെ കോപം തോന്നി. തങ്ങൾ അറിയാൻ കൂട്ടാക്കാത്ത അവിടുന്നാണ് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നറിയപ്പെടുന്ന വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയെ ഓർമ്മിക്കുന്ന പുണ്യ സുദിനമാണ് ഇന്ന്. ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടെയാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ഇറ്റലിയിലെ റീസ് ഗ്രാമത്തിൽ ജിയോവാന്നി ബാറ്റിസ്റ്റ സാർത്തായുടെ 10 മക്കളിൽ 2ാമത്തെ മകനാണ് ജോസഫ് സാർത്തോ. ദാരിദ്ര്യം മൂലം ചെരുപ്പിടാതെയായിരുന്നു പഠനം. മിടുക്കനായതിനാൽ പാദുവ സെമിനാരിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചു. 23-ാം വയസ്സിൽ വൈദികനായി. പ്രസംഗത്തിലുള്ള ഓജസ്, കുമ്പസാരിപ്പിക്കാനുള്ള സന്നദ്ധത എല്ലാവരുടെയും കണ്ണിലുണ്ണിയാക്കി മാറ്റി. 49-ാം വയസ്സിൽ മെത്രാനായി. 50-ാം വയസ്സിൽ ജോസഫ്
കർദിനാളായി ഉയർത്തപ്പെട്ടു. ആ വർഷം തന്നെ വെനീസിലെ പേട്രിയാക്കായി. 68 വയസ്സിൽ ലയോ പാപ്പായുടെ മരണശേഷം 10-ാം പിയൂസ് എന്ന പേരിൽ മാർപ്പാപ്പയായി കിരീടധാരണം നടത്തി. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതാണ് മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന, നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. അൽമായർക്ക് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അനുവാദം നൽകി. പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ദാരിദ്ര്യാരൂപിയിൽ തന്നെ ജീവിച്ചു. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ച് മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. യുദ്ധം ആരംഭിച്ച് ഭീകരത വർദ്ധിച്ചപ്പോൾ ഈ യുദ്ധം എൻ്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ട് ഹൃദയം പൊട്ടിയാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.